ആന വന്നേ ഏറ്റല്ലേ അല്ലേ നമ്മളല്ലേ ഇവിടെ ഇരിക്കുന്നേ. ആ ഇല്ലപ്പാ സണ്ണിച്ചേട്ടൻ പറഞ്ഞേ ആന ഇറങ്ങും അപ്പൊ നോക്കിക്കൊണ്ട് പോണെന്നൊക്കെ പറഞ്ഞേ. നാട്ടുകാര് നമ്മള് ഒരേ രീതിയിൽ നമ്മൾ ഞാനിപ്പോ ഉള്ളത് തൃശ്ശൂർ ജില്ലയിലെ ചൊക്കന തൂക്കുപാലം കാണാനാണ് വന്നത്. ഒത്തിരി കാഴ്ചകളാണ് ഈ ചൊക്കനയിലുള്ളത്. പണ്ട് ബ്രിട്ടീഷുകാർ ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇന്നും അതേപടി തന്നെ തുടരുകയാണ്. അതുപോലെ തന്നെ കുളിക്കാനും എല്ലാത്തിനും സൗകര്യം ഇന്ന് ഈ ചൊക്കനയിലുണ്ട്. അധികം ടൂറിസ്റ്റ് പ്ലേസ് അല്ല എങ്കിലും അത്യാവശ്യം അറിയുന്ന ആളുകളൊക്കെ ഇവിടെ വന്ന് വളരെ എൻജോയ് ചെയ്ത് പോകാറുണ്ട്. പ്രകൃതി ഭംഗി എന്താ പറയുക വെച്ചാൽ ആ രീതിയിൽ ഇടവഴിഞ്ഞ് നിൽക്കുന്ന ഒരു സ്ഥലമാണ് ചൊക്കന. എന്തായാലും ചൊക്കനയിലേക്ക് നമുക്ക് പോവാം, തൂക്കുപാലത്തേക്ക് പോവാം. അന്ന് പണ്ട് ബ്രിട്ടീഷുകാർ പണിത പാലമാണത്. അതായത് നമ്മൾ വണ്ടി ഇട്ടിട്ട് ഏകദേശം ഒരു 1/4 കിലോമീറ്റർ ഈ റബ്ബറും തോട്ടത്തിന്റെ ഉള്ളിൽ കൂടിയാണ് നടന്ന് അങ്ങോട്ട് പോകുന്നത്. നമ്മുടെ പ്രകൃതി ഇച്ചിരി അധികം നടക്കണം കേട്ടോ. പറയാൻ ഇവിടെ ആന ഇറങ്ങുന്ന സ്ഥലം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതിന്റെ പെൻസിലൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ടില്ല. നമ്മളിപ്പോ അങ്ങനെ അങ്ങോട്ട് പോവുകയാണ്. നമ്മുടെ സൈഡിലൊക്കെ ഈ റബ്ബർ കെട്ടുന്നതിന്റെ ചിരട്ടയും അതുപോലെ പ്ലാസ്റ്റിക് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറിയ സുരക്ഷയെക്കുറിച്ച് ഒരു കമ്പ് കയ്യിൽ പിടിച്ചിട്ടുണ്ട്. ഈ വല്ല ജന്തുക്കൾ അങ്ങനെയുള്ള മറ്റൊക്കെ ഉണ്ടെങ്കിലേ പിടിക്കാൻ വേണ്ടി. നടന്നു ഔഷധമാവും. അന്ന് ബ്രിട്ടീഷുകാർ പണിത തൂക്കുപാലത്തിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇത് അതിന്റെ പിന്നിൽ കണ്ടാണ് ഈ തൂക്കുപാലം, ചൊക്കന തൂക്കുപാലം. ചൊക്കന പാലത്തിന്റെ അടിയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. പണ്ട് ഇത് ഹാരിസൺ ഭൂമി ആയിട്ട് നിൽക്കുന്നത്, റബ്ബർ എസ്റ്റേറ്റ് ആണ് മൊത്തം. വന്യമൃഗങ്ങളൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ്. നാട്ടുകാരൊക്കെ കുറവാണ് ഇവിടെ. എന്തായാലും കാടിന്റെ ഒത്ത നടുക്കാണ് ഇപ്പൊ നിൽക്കുന്നത്. ഈ ഒഴുകി വരുന്ന വെള്ളം നേരെ പോകുന്നത് പീച്ച് ഡാമിലേക്കാണ്. ഇപ്പൊ കുറച്ചപ്പുറത്ത് പോയ കുളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ അധികം ടൂറിസ്റ്റുകൾ എത്താത്ത ഒരു മേഖലയാണ് ഈ ചൊക്കന. അതായത് തൂക്കുപാലമാണ്, പേടിയായിട്ട് വെള്ളമൊക്കെ ഭയങ്കര കുലുക്കുണ്ട്. എന്തായാലും പുതിയൊരു അനുഭവമാണ് ഇതൊക്കെ. അയ്യോ, താഴത്ത് വെള്ളം അധികം ഇല്ലാത്തോട്ട് വലിയ കുഴപ്പമില്ല. പൊട്ടി വീണാൽ തന്നെ നമുക്ക് താഴത്തേക്ക് നോക്കുമ്പോൾ താഴെ ഇറങ്ങും. എന്തായാലും ബ്രിട്ടീഷുകാർ പണിത ആ പാലം അതേപടി തന്നെ നിലനിർത്തിയിട്ടുണ്ട്. ഇച്ചിരി റിസ്ക് ഉണ്ട്, പേടിയില്ലാത്തവർ മാത്രം നടന്നാൽ മതി. പണ്ടാരോ താമസിച്ച ഒരു വീടാണ് അവിടെ. അതെ, ആ മരം വീടിന്റെ ഉള്ളിലേക്ക് വേര് എറിയണണ്ട. വീട് മൊത്തം നശിച്ചുപോയി. വന്നപ്പോ ചൊക്കനിൽ വന്നപ്പോ ഒരു കാഴ്ച കണ്ടാണത്. മരം വലിയൊരു മരമാണ്, അത് ആൽമരമാണ്. അത് വീടിന്റെ അകത്തേക്കൊക്കെ കയറി വേരൊക്കെ കയറി വീട് മൊത്തം ഇടിച്ചേക്കാൻ. പണ്ട് ഏതോ ഒരു മഹാൻ താമസിച്ചതായിരിക്കുള്ളൂ. ആരാ എന്താന്നൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. അല്ല, അത്യാവശ്യം വലിയൊരു വീടാണത്. മൊത്തം വേര് കയറിയേക്കണം വീടുമ്പ. ഫുൾ കാട്ടിലാണ് നിൽക്കണം. അതിന്റെ അവിടെയൊക്കെ കുറെ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇവിടേക്ക് ആന ഇറങ്ങും. അതുകൊണ്ട് ആന ഇറങ്ങാതിരിക്കാൻ വേണ്ടി, ഇപ്പുറത്തേക്ക് കിടക്കാതിരിക്കാൻ വേണ്ടി പെൻസിലും ചെയ്ത് വെച്ചിട്ടുണ്ടാകും. അറ്റം വരെ ഉണ്ട്, ഈ സ്ഥലത്തിന്റെ അറ്റം വരെ ഉണ്ട്. ഹാരിസൺ മലയാളം എസ്റ്റേറ്റിലെ ഓഫീസാണിത്. ഇതാണ് ഫുട്ബോൾ ഗ്രൗണ്ട്. വെള്ളിക്കുളങ്ങരയിൽ നിന്ന് 5 കിലോമീറ്റർ വരുമ്പോഴാണ് ചൊക്കന എന്ന സ്ഥലത്തെത്തന്നെ. സണ്ണിച്ചേട്ടൻ്റെ ഒരു ചായക്കരുണ്ട്, ആ ചായ എടുത്തോണ്ടിരിക്കുന്നുണ്ട്. എന്നാലും ഒരു ചായ കുടിക്കാം. അപ്പൊ ഈ കട എത്ര മണി വരെ ഉണ്ടാവും?
രാത്രി 8 മണി ഉണ്ടാവും. അതായത് ആന ഇറങ്ങുകയാണെങ്കിൽ നേരത്തെ പോകും. നേരത്തെ അപ്പൊ ആന ഇറങ്ങുന്ന നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ? ഇൻഫർമേഷൻ വരും. ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ ഒന്ന് കാണാനൊക്കെ വരുന്നുണ്ട്. ഓ, അപ്പൊ അവരെ വയ്ക്കാണ്ട് വിട്ടതിനാ തടസ്സങ്ങളൊന്നുമില്ല അല്ലെ? ആകെയുള്ള ചായക്കടയാണ്. അപ്പൊ അതുകൊണ്ട് 8 മണി വരെ ചേട്ടനുണ്ടാവും. അതുപോലെ പല കൊമ്പന്മാരും ഇവിടെ ഉണ്ട്. നോക്കി കണ്ടൊക്കെ നടന്നു. അപ്പൊ അവരെ വഴിക്ക് വിട്ടോ, നിങ്ങൾ നിങ്ങളെ വഴിക്ക് വയ്ക്കോ അല്ലേ? ഡാമിൽ നിന്ന് വെള്ളം കയറാതിരിക്കാൻ വേണ്ടി അവര് സിമെന്റ് ചാക്കിന്റെ ഉള്ളിൽ മണൽ നിറച്ചിട്ട് അതൊരു ബണ്ടാക്കിയൊക്കെയാണ്. നല്ല ഭംഗിയാണ് അത് തന്നെ കാണാൻ. കോൺക്രീറ്റിൽ അത് ഏത് നിമിഷവും നമുക്കിത് നീക്കം ചെയ്യണമെന്നുണ്ടെങ്കിൽ, വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും കയറാനും പിടിക്കാനും ചെയ്യണമെങ്കിൽ പാലപ്പള്ളി 907 എസ്റ്റേറ്റിൽ അതിന്റെ നടക്കാണ് ഈ ചിറ. ചിമ്മിണി ഡാമിൽ നിന്ന് തന്നെ വെള്ളമാണിത്. ചില സ്ഥലത്തൊക്കെ നമുക്ക് അരക്ക് വെള്ളമുള്ളൂ. താങ്കൾ അദ്ദേഹം ചെല്ലുമ്പോഴും ചിലപ്പോൾ ഫുള്ള് മുങ്ങും. എന്നാലും അപകടകരമായിട്ടുള്ളതല്ല. അടിയിൽ പാറക്കല്ലുകളാണ്. കുറേ സ്ഥലത്ത് ചെല്ലുമ്പോൾ മണ്ണുണ്ട്. പിന്നെ നീന്തലൊന്നും അധികം അറിയാം. വശമില്ലെങ്കിൽ തൊട്ടടുത്ത് നിന്ന് കുളിക്കാം. അപ്പം ഞാൻ കുളിക്കണമല്ല, പിന്നെ കോരിയെ കുളിക്കാം. അവിടെ തെന്നി വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതൊക്കെ വളരെ സൂക്ഷിക്കണം. വെള്ളമാണ്, വെക്കേഷനാണ്, ഒരുപാട് മുങ്ങിമരണങ്ങളുള്ളതാണ്. അപ്പൊ അതുകൊണ്ടൊക്കെ വെള്ളം കാണുമ്പോൾ എടുത്ത് ചാടുന്ന പരിപാടികളൊക്കെ മാറ്റാം. ഈ കുട്ടി ഇവരാണ് നമ്മളെ രക്ഷിച്ചത്. വീഡിയോ പിടിക്കുന്ന സമയത്ത് അതൊക്കെ ഒന്ന് സ്ലിപ്പായി, എന്തെങ്കിലും കുഴപ്പമുണ്ടായില്ല. അപ്പൊ വെക്കേഷനാണ്. നീന്തൽ അറിയാവുന്നവർ മാത്രം വെള്ളത്തിലിറങ്ങാം, അല്ലാത്തവർ കരക്ക് അവിടെ നിന്നിട്ട് കുളിക്കാൻ പറ്റും. വെക്കേഷനിൽ കൂടുതൽ മുങ്ങിമരണങ്ങളുണ്ടാവുന്നത്. അപ്പൊ അതുകൊണ്ട് നീന്തൽ അറിയാവുന്നവർ മാത്രം ദൂരോട്ട് പോയി നീന്താം, അല്ലാത്തവർ തൊട്ടടുത്ത് നിന്ന് നീന്താം.